ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കാൻ ഒട്ടും ടൈമില്ലാത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു, സൺഡേ മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നൊന്നും ഉറങ്ങിയിട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു 4 മണിയായപ്പോഴാണ് ശരിക്കും കിടന്നത്. വന്നപ്പോൾ തന്നെ 3 മണിയായി. ഇപ്പം അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയപ്പോൾ 3 മണിയായി. പിന്നെ ഒരു മണിക്കൂർ ലാത്തി വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഒരു 4 മണിയായി. കിടന്ന് ഉറങ്ങിയിട്ട് ഞാനൊരു 6:45 ആയപ്പോഴാണ് കേട്ടോ എഴുന്നേച്ചത്. പിന്നെ ഒരുപാട് തുണി ഉണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ കൊണ്ട് കഴുകി കുളിച്ചിട്ടൊക്കെ വന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെന്താ, അപ്പം ഞാൻ ഇന്ന് വീഡിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എൻ്റെ മൈൻഡിൽ കൊണ്ടുവന്നത് ഫെബാണ് കേട്ടോ. ഏതോ ഒരു ലൈവിൽ ഫെബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ജേണി പറയാനെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പറയാനെന്ന്. അത് പറയാനാണെങ്കിൽ ഒരുപാട് വലിയ സ്റ്റോറിയല്ല, എന്നാൽ ഒരുപാട് ചെറിയ സ്റ്റോറിയല്ല. അപ്പം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് അപ്പം യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 8 or 9 months അത്രേ ആയിട്ടുള്ളൂ. അത്രയായി. എന്നിട്ട് 200 സബ്ബേ ഉള്ളൂ. കാരണം വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു 1 month ആയിട്ട് പോലും ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ, അല്ലെങ്കിൽ ലൈവ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 week കഴിഞ്ഞതേ ഉള്ളൂ. സോ അതിന് മുമ്പ് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം ഡെയിലി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീഡിയോസ് ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. റീൽസ് പോലെ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഷോർട്ടും ഇല്ല, വീഡിയോസും ഇല്ലാണ്ടായി. പിന്നെ എനിക്ക് ജനുവരിയിൽ പനിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ വീഡിയോസേ ഇടാണ്ടായി. ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെ നാട്ടിൽ പോയ സമയത്ത് നെറ്റിൻ്റെ ഇഷ്യൂസും പിന്നെ ടൈമിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം ഞാൻ വീഡിയോസേ അപ്ലോഡ് ചെയ്യാണ്ടായി. പിന്നെ എല്ലാം വീഡിയോ എടുത്തിരുന്ന അല്ലാണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ കയറി വന്ന ടൈമിലാണ് ഞാൻ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം ശരിക്കും ഒരു ചാനൽ തുടങ്ങിയിട്ട് 8 or 9 months അത്ര ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ പഴയ ചാനൽ പോയതാണ്. യൂട്യൂബ് ഞാൻ ഇപ്പം തുടങ്ങിയൊരു സംഭവമല്ല. എൻ്റെ കഴിഞ്ഞ ലൈവിലാണെന്ന് തോന്നുന്നു ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വീഡിയോസ് അല്ലെങ്കിൽ വീട്ടിൽ ലൈവ് കാണുമോ എന്നുള്ളത്. വീട്ടിൽ എന്താ പറയുക, എൻ്റെ പഴയ ചാനൽ കയറി നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോഴുള്ള വിശേഷങ്ങൾ എൻ്റെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അനിയനാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരെയും ഞാൻ കാണിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. എൻ്റെ പഴയ അക്കൗണ്ടിൽ നല്ല പോലെ കാരണം ഞാൻ അവിടെ നിന്നിട്ടുള്ള വീഡിയോസ് കാണുള്ളൂ കൂടുതലും. അപ്പോൾ ഞാൻ അതിനകത്ത് നല്ലോണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടില്ലാണ്ടല്ല ഞാൻ ചാനൽ തുടങ്ങിയതോ ഒന്നും. അതുകൊണ്ട് വീട്ടുകാർ വീഡിയോസും ലൈവും എല്ലാം കാണാറുണ്ട്. ലൈവിൽ ഇരുന്ന് കാണില്ല എങ്കിലും ലൈവ് പിന്നെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിൽ വൈഫൈ കട്ടായി കിടക്കുന്നത് കൊണ്ടാണ്, കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കാണാത്തത്. പിന്നെ അവർ കമൻസോ കാര്യങ്ങളോ അങ്ങനെ ഇടില്ല, അത് വേറെ കാര്യം. പക്ഷെ അവർ കാണാറുണ്ട്. എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാറുമുണ്ട്. പിന്നെ ഒരുപാട് സജഷൻസ് എനിക്ക് പറഞ്ഞു തരാറില്ല. സോ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചതും തുടങ്ങി നിൽക്കുന്നത് വെച്ചാൽ എല്ലാവരും തുടങ്ങി തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആ സമയത്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു ജോബ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇതായി വന്നത് ലോക്ക്ഡൗൺ സമയത്തായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം, എല്ലാവരും ഇങ്ങനെ തുടങ്ങാനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം ഇങ്ങനെ കയറിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ വീട്ടുകാരുടെ പെർമിഷനാണല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അപ്പം ഉമ്മിക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യക്കുറവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ അനിയനും നല്ല താല്പര്യമായിരുന്നു യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്നു ഞാൻ 9ലും അവനൊരു 7ാം ക്ലാസ്സിലും ആയിരിക്കും. ആ ടൈമിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ വാപ്പിയോട് പറഞ്ഞപ്പോൾ വാപ്പി പറഞ്ഞു വേണ്ട, തുടങ്ങണ്ട. കാരണം വാപ്പിയുടെ ഒരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ അനിയൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇഷ്ടം മാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കൊരു സമയത്ത് എനിക്ക് ഡ്രോയിങ് ചെയ്യാനൊക്കെ ആയിരുന്നു ഇഷ്ടം. ഇടയ്ക്കൊരു സമയത്ത് എനിക്ക് മെഹന്തി ആയിരുന്നു താല്പര്യം. ഇടയ്ക്കൊരു സമയത്ത് എനിക്ക് പെയിൻറ്റിങ് ആയിരുന്നു ഇഷ്ടം. ഇടയ്ക്കൊരു സമയത്ത് അങ്ങനെ എനിക്കിങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. അപ്പം ലാസ്റ്റ് യൂട്യൂബ് ചാനൽ അതുപോലെ ഏതെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കാൻ. അതിന് മുമ്പ് ഞാൻ ഡ്രോ ചെയ്ത കുറച്ച് പടങ്ങൾ കാര്യങ്ങളൊക്കെ വാപ്പി ഞാൻ ഇട്ട് കൊടുക്കുക ഒക്കെ വെച്ചിട്ട് പോകുക, ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് പോകും എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടും, ഞാനത് സെറ്റാക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് വാപ്പി പറഞ്ഞു ഓക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ശരിക്കും ആ വീഡിയോ കയറിയിട്ട് ഇപ്പം എനിക്ക് ചിരി വരും കേട്ടോ. കാരണം വെച്ചാൽ സ്കൂളിൽ സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടേക്കുന്നത് ഞാനും അനിയനും കൂടെ നിന്നിട്ട്. അപ്പോൾ
ഏത് ഇയറാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ 9th പഠിച്ചുകൊണ്ടിരുന്നത്. ആ ടൈം ലോക്ക്ഡൗൺ ടൈമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ചാനൽ തുടങ്ങി. ആ സമയത്ത് നല്ല എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എഫേർട്ടിൽ ഞങ്ങൾ രണ്ടാളും, അനിയനും ഉണ്ടായിരുന്നല്ലോ, ഞാനും അനിയനാണെങ്കിൽ ഉമ്മ ആ ടൈമിൽ വീഡിയോ എടുത്ത് തരുമായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേര് അതിനുവേണ്ടി തന്നെ സമയം ചിലവഴിച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഞങ്ങൾ ഒരുപാട് കാശൊന്നല്ല, എന്നാലും അത്യാവശ്യം ചലഞ്ചസ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് പറക്കി അങ്ങനെ. ഇപ്പം അങ്ങനെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങില്ലല്ലോ. ആ ടൈമിൽ ഞങ്ങൾ ചലഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്തിട്ടുണ്ട്, പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി കണ്ടൻസ് കുറഞ്ഞു വന്നപ്പോൾ എന്തിടും എന്നുള്ള ഡൗട്ടായി. അങ്ങനെ വീഡിയോ കുറഞ്ഞു. അങ്ങനെ കുറേ നാൾ പോസ്റ്റൊന്നും ഇല്ലാണ്ടിരുന്നു. ആ ടൈമിലും അനിയൻ്റെ ഇൻട്രസ്റ്റ് പോയി. ആ വീഡിയോസ് ഇടാണ്ടിരുന്ന ടൈമിൽ പിന്നെ സ്കൂളൊക്കെ ഓപ്പൺ ആയപ്പോഴത്തേക്ക് സ്കൂളിൽ ഏകദേശം എന്നുവെച്ചാൽ ലോക്ക്ഡൗൺ സമയത്തെ ഞങ്ങൾ ഏതോ സ്കിറ്റ് ചെയ്ത ടൈമിൽ അത് സ്റ്റാറ്റസ് ഇട്ടിട്ടാണോ എങ്ങനെയോ അത് സ്കൂളിലൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ്മാരൊക്കെ വിളിച്ചിട്ട് അത് കൊറോണയുടെ വാക്സിനേഷൻ്റെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ കുറേ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഒരു കളിയാക്കൽ കാര്യം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്കും കുറേ എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് കളിയാക്കുന്നതല്ല കേട്ടോ, തമാശയ്ക്ക് കളിയാക്കുന്നത്. അങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അനിയനെ അങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ സോ അവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി, കളിയാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവൻ്റെ മൈൻഡ് അങ്ങനെ മാറി. അപ്പം പിന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ ടൈമോ അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് പോയിട്ടല്ല, പക്ഷേ എനിക്കെന്തോ കണ്ടന്റ് ഇല്ല വീഡിയോ എടുക്കാൻ. പിന്നെ ഉമ്മിക്കും തിരക്കായി. അപ്പം പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാണ്ടായി. പിന്നെ കുറേ നാൾ ആ ചാനലിൽ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ +1 ആണോ +2 ആണോ +1 പഠിച്ച സമയത്ത് ഒരു നോമ്പ് സമയം. ആ നോമ്പ് സമയത്ത് ഞങ്ങൾ ഫുള്ള് ആദ്യം ഒരു ഷോർട്ട് ഇട്ട സമയത്ത് അത്യാവശ്യം 600 സംതിങ് എന്തോ വ്യൂസ് കയറുള്ളൂ. പക്ഷേ ആ ടൈമിൽ ഞങ്ങൾക്ക് അത്ര നല്ല വ്യൂസാണ്. ആ സമയത്ത് ഈ സമയത്തും അത് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ ടൈമിൽ ആ വ്യൂവേഴ്സ് വരുമ്പോൾ അതിന് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും നോമ്പും കൂടി ഇടാം. അത് 1 തൊട്ട് 30 വരെയുള്ള ദിവസങ്ങളുടെ നോമ്പും കൂടി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് തമ്മിലൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഞാൻ എല്ലാം ഇടുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് ഡെയിലി എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എന്നാലും ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, കുറേ റീൽസ് ചെയ്തിടാൻ തുടങ്ങി. ഞാൻ വെച്ചാൽ +2 കഴിയുന്നവരെയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്ക് മുറക്കൊക്കെ ആയി. പക്ഷെ +2 കഴിഞ്ഞ് ആ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ എന്നും ഉച്ചയാകുമ്പോൾ ഉമ്മി കടയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നും ഉച്ചയാകുമ്പോൾ ഉമ്മയുടെ കടയിൽ പോവുക, ഷോർട്ട് റീൽസ് ചെയ്തിടുക. അത് തന്നെ എൻ്റെ പണി. അങ്ങനെ ചെയ്ത് ഞാൻ അതിൽ 975 എനിക്ക് ശരിക്കും ഞാൻ അതിനകത്ത് 1K ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഹൈദരാബാദ് ഒരു അഡ്മിഷൻ വരുന്നതും ഞാൻ ഇവിടെ കയറി വരാൻ നിന്നപ്പോഴും എൻ്റെ പ്ലാനിങ് മൊത്തവും എൻ്റെ ആ പഴയ ചാനലിൽ എൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനൽ ഇതിലേക്ക് എടുക്കാം, എന്നിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിൽ ഞാനത് 1 വീക്കല്ല 2 വീക്സിനുള്ളിൽ 1 വീക്ക് ഫുള്ള് കരച്ചിലും വിളിച്ചിലൊക്കെ ആയിരുന്നു, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഞാൻ ട്രൈ ചെയ്തു, ഫോണിലേക്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോഴത്തേക്കും പറ്റുന്നില്ല. എന്തൊക്കെയോ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു, എന്തോ അറിയില്ല, അത് എന്തൊക്കെയോ കാണിച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് തുടങ്ങണോ വേണ്ടേ, കാരണം ആ ചാനൽ ഞാൻ അത്രയും ആക്കിയതല്ലേ. ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ഒരു 100 സംതിങ് എത്ര ആവുകയാണെങ്കിൽ എത്ര ആവുമായിരുന്നെങ്കിൽ എനിക്ക് 1K ആവുമായിരുന്നു. അപ്പം ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരുന്ന മൊത്തം. പെട്ടെന്ന് ഒന്നേന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ 9th പഠിച്ചപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു +2 കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴാണ് എനിക്കത് 976 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പം ഞാൻ ആ ഒരു 4-4.5 വർഷം കിടന്നിഴഞ്ഞിട്ട് അത്രയും ഞാൻ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ആ ഒരു ചാനൽ കളയാനും തോന്നുന്നില്ല. സോ ഞാൻ 1-2 വീഡിയോസ്, എനിക്കൊന്ന് എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോയും ഞങ്ങൾ ഒരു വട്ടം പുറത്ത് പോകുന്ന വീഡിയോയും ഏതോ 2 വീഡിയോസ് എന്തോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഉമ്മിക്ക് അയച്ചു കൊടുത്തിട്ട് ഉമ്മി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഗ്രോത്ത് ഒന്നും അറിയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ, കാരണം ലെങ്ത് അല്ലേ വീഡിയോസ്, അപ്പോൾ അത് വാട്സപ്പിൽ കൂടെ സെൻഡ് ചെയ്യാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് റിസ്ക് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ 2 കൽപ്പിച്ച് ഞാൻ ഈ ചിന്നത്തിൽ നിന്നെ നോക്കിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ 2 കൽപ്പിച്ച് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഫസ്റ്റിൽ നമുക്കൊരു ഈ ചാനൽ ഇടാൻ അത്യാവശ്യം കണ്ടൻസ് കാണുമല്ലോ. ആ ഒരു കണ്ടൻസ് ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ കണ്ടൻറ്റ് കുറയും. സോ ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്ത് ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി. പക്ഷെ സബ് കയറുണ്ടായി,
പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ടൈമില്ലാണ്ടായി. എന്നാലും ഞാൻ അതിനോട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അതേ കോലത്തിൽ, കാരണം ഫസ്റ്റ് യൂണിഫോം ഒന്നും കിട്ടാത്ത ടൈമില്ല, അപ്പോൾ കളർ ഡ്രസ്സ് ആയിരിക്കുമല്ലോ, അപ്പം ഞാൻ അതേ കോലത്തിലൊക്കെ ചേരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലും അതേപോലെ തന്നെ വീഡിയോസ് ഇടാണ്ട്. ടൈം കിട്ടാറായി, നെറ്റിൻ്റെ ഇഷ്യൂസായി, പിന്നെ ഞങ്ങൾ ഹോസ്റ്റൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഹോസ്റ്റലിൽ വൈഫൈ ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടായി, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുണ്ടായി. അങ്ങനെ ലാഗ് അടിച്ചു. പനിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വീഡിയോ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ പോയപ്പോൾ ടൈമില്ല, വൈഫൈ ഇല്ല. സോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാ വീഡിയോസും ഉണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഒന്നും ഞാൻ നാട്ടിലെ വീഡിയോസ് ഒന്നും ഞാൻ ലോങ് അപ്ലോഡ് ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ ഷോർട്ടാക്കി കട്ട് ചെയ്ത് അങ്ങനെയായിട്ട് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എന്തോ ജസ്റ്റ് എനിക്ക് ലൈവ് പോവാമെന്ന് ഒരു ഇത് തോന്നിയിട്ട് ഞാൻ അതിന് മുമ്പത്തെ ദിവസം ഞങ്ങളിവിടെ ലിസയുടെ ഫോണിൽ നിന്ന് ലിസയുടെ ഫോണിൽ നിന്നല്ല, എൻ്റെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്ന പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇല്ലടിയുടെ പ്രൈവറ്റാണ്, അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ ചാനലിൽ ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയിട്ട് രാത്രിയാണ് ഞങ്ങൾ നോട്ട് എഴുതാൻ പറ്റുന്ന സമയത്താണ് പോയത്. അപ്പോൾ ഞാൻ തിരിച്ച് പിറ്റേന്ന് എനിക്ക് എന്താ യൂട്യൂബ് ചാനലിൽ ലൈവ് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിറ്റേന്ന് യൂട്യൂബിൽ ലൈവ് വരുന്നത്. പക്ഷെ ആദ്യത്തെ ലൈവിലൊന്നും ആരും ഇല്ലായിരുന്നു തോന്നുന്നു. രണ്ടാമത്തെ ലൈവിലാണെന്ന് തോന്നുന്നു റോസ്ലി അതൊക്കെ സ്റ്റാറ്റസ് ഇടുന്നതും ആൽബിയൊക്കെ ലൈവിൽ കയറുന്നത് അന്നത്തെ രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. പിന്നെന്താ അങ്ങനെ ലൈവ് കയറി. പിന്നെ ഒരു ദിവസമാണ് പിന്നെ ആൽബി പറഞ്ഞിട്ട് 50 പേര് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് പോയിട്ട് പിറ്റേ ദിവസം ശേഷം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആൾക്കാർ വരും എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആള് വരും എന്നുള്ളത്, അത്രയും വരും എന്നുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ലൈവ് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ നിർത്തിയപ്പോൾ വരെ 15 ആൾക്കാർ വരെ അപ്പോഴും ഞാൻ നിർത്തിയ ടൈമിൽ ഉണ്ടായിരുന്നു. സോ ഇന്നലത്തെ ലൈവ് കൊള്ളായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള ലൈവിലൊന്നും ഞാനിങ്ങനെ എന്താ പറയുക അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, സബ് അത്യാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 202 സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ ഡെയിലി ലൈവ് പോകണമെന്നുണ്ടായിരുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോസിൻ്റെ കാര്യത്തിൽ എനിക്ക് കണ്ടൻസ് കിട്ടുന്നില്ല. അതാണ് റൂം ടൂർ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ റൂമിൽ എല്ലാവരും ഉള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ മാറിത്തരാൻ പറയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് റൂം ടൂർ ചെയ്യാത്തത്. പിന്നെ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവൾമാരും എൻ്റെ കൂടെ ആയിരിക്കും വരുന്നത്. സോ ടയേർഡായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പം റൂമിൽ നിന്ന് മാറിത്തരാൻ പറയുന്നതൊക്കെ മോശമില്ല. അപ്പോൾ സോ അതുകൊണ്ട് ഞാനൊരു 60 വട്ടം സോ എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. അതിടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് റൂം ടൂർ ചെയ്യാത്തത്. പിന്നെ റൂം ടൂർ ചെയ്യാൻ അത്രയ്ക്ക് വലിയ റൂമൊന്നും അല്ലടാ. ഫെബ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ടൂർ ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല അത്രയ്ക്ക് വലിയ റൂമൊന്നും അല്ല, ജസ്റ്റ് 4 ബെഡുണ്ട്, ഷെൽഫുണ്ട്. സോ ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. സത്യം പറയാം, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തൊരു റൂമാണ് ഞങ്ങൾക്ക്. വേറെ എല്ലാം കൊണ്ടും ഇവിടെ ഓക്കെയാണ്. കാരണം ഫുഡാണെങ്കിലും അത്യാവശ്യം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. കാരണം വേറെ ഞങ്ങൾ നേരത്തെ നിന്ന ഹോസ്റ്റലുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഫുഡൊക്കെ ഓക്കെയാണ്. ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാത്ത വല്ല കറിയൊക്കെ ഉണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഓക്കെയാണ്. പക്ഷേ റൂമിൻ്റെ കാര്യത്തിൽ ഒരു ഇതുണ്ട്. പിന്നെ ചായ ഇല്ല. അത് നമ്മുടെ നേരത്തെ ഹോസ്റ്റലിലും ചായ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് നിന്ന ഹോസ്റ്റലിൽ ചായ ഉണ്ടായിരുന്നു. ഫുഡ് കൊള്ളാമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ആ ഒരു രീതിയായിരുന്നു. പിന്നെ വൈകിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു രാത്രി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഹൈലൈനിൽ വന്നതിന് ശേഷം അങ്ങനെ ചായയൊന്നുമില്ല, ഫുഡ് ചപ്പാത്തിയൊന്നുമില്ല, രാത്രി ചോറ് തന്നെയാണ്, ലിമിറ്റഡാണ്. സോ ഓക്കെ ആയിരുന്നു, റൂമും ഓക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ നല്ല വലിയൊരു ഹാളിനകത്താണ് ഞങ്ങൾ വിശാലമായിട്ട് ഇത്രയും മലയാളീസോടെ കിടന്നുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. ഞാൻ നോക്കിയിട്ട് നല്ല സൗകര്യമായിരുന്നു അത്. അശ്വിനിയിൽ അവിടെ ആദ്യം നിന്ന ഹോസ്റ്റലാണെങ്കിൽ ഒരു റൂമിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, സേഫായിരുന്നു, ഓക്കെ ആയിരുന്നു, റൂമെല്ലാം സെറ്റായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം റൂം ഓക്കെ അല്ല, പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ സോ റൂം ടൂർ ചെയ്യാത്ത അതുകൊണ്ടാണ്. പിന്നെന്താ അപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വെച്ച് ബളബളാ കുറച്ച് ചിലക്കാനുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യം കൂടെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതാക്കാമെന്ന്. ശ്വാസം നിർത്താതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. ചില ടൈമിൽ ഞാൻ വർത്താനം പറയുമ്പോൾ ഞാൻ പോലും ശ്രദ്ധിക്കാണ്ട് ഈ ശ്വാസം വിടാതെ ബളബള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നോട് എടി ശ്വാസം വിട്ടിട്ട് പറ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പറ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴായിരിക്കട്ടെ ഞാനത് ശ്രദ്ധിക്കുന്നത്. ഇതിനകത്തും അങ്ങനെ തന്നെ ആയിരിക്കും, ഭയങ്കര സ്പീഡിലായിരിക്കും പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ബോറടിക്കും, കാരണം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വളവള വർത്താനം പറയല്ലേ.
അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക. ഞാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ല സ്കിപ്പ് അടിക്കരുത്. കാരണം ഞാനും ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ കഴിക്കാൻ പോട്ടെ, സമയം 9 മണിയായി. ഈ 1 മണിക്കൂറൊക്കെ ഞാൻ വർത്താനം പറഞ്ഞോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. ആ ഒരു ചാനൽ ഇപ്പോഴും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല, അത് ഉമ്മയുടെ ഫോണിലുണ്ട്. അത് കളയത്തുമില്ല, കാരണം എൻ്റെ ഒരുപാട് മെമ്മറി. ഒരു മിനിറ്റ് കോള് വരുന്നേ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് സംഭവം. സോ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ, ആ ചാനൽ ഉമ്മയുടെ ഫോണിൽ കിടപ്പുണ്ട്. ഞാനത് വീഡിയോ അത് കളയാൻ തോന്നാൻ എൻ്റെ ഒരുപാട് മെമ്മറീസ്. എൻ്റെ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും എനിക്കൊന്നും എൻ്റെ ആ ഒരു 9ാം ക്ലാസ് മുതൽ എൻ്റെ ലൈഫിൽ കുറേ എന്ന് വെച്ചാൽ വാപ്പി ഗൾഫിന് വന്നതാണെങ്കിലും അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. സോ അതുകൊണ്ട് ഞാനത് കളയാതെ അങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല. ആ ചാനൽ അതേപോലെ അവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഈ ചാനലിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ചാനൽ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കെല്ലാം ബൈ ബൈ. ഫുഡ് കഴിക്കാൻ പോട്ടെ.